ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 7-ാം ദിനത്തിൽ പരിശുദ്ധയമ്മയോട് ചേർന്ന് നിർമ്മല ദന്തഗോപുരം, ടവർ ഓഫ് ഐവറി, അതിവിശുദ്ധമായിട്ടിങ്ങനെ വിശ്വാസികളുടെ ജീവിതത്തിൽ, സഭയുടെ യാത്രയിൽ, നമ്മുടെ ആത്മീയതയിൽ ഉയർന്നു നിൽക്കുന്ന ഗോപുര സമാനമാണ് പരിശുദ്ധയമ്മ. അതുകൊണ്ടാണ് കർദിനാൾ ന്യൂമാൻ പറഞ്ഞു വെച്ചും, അമ്മ വിശ്വാസികളുടെ ജീവിതത്തിലും ക്രിസ്ത്യാനികളുടെ സകല മേഖലകളിലും ഇങ്ങനെ വല്ലാതെ ഉയർന്നു നിൽക്കുന്ന ഒരു ഗോപുരമാണ്. അതൊരു വല്ലാത്ത പ്രതീക്ഷയുടെ സാധ്യത. ജീവിതം ഏതെങ്കിലും കാരണത്തിൻ്റെ പേരിൽ പ്രതിസന്ധിയിലും പ്രതികൂലങ്ങളിലുമാകുമ്പം ഈ ഉയർന്ന ഗോപുരത്തിലേക്ക് കണ്ണും നട്ടു നിൽക്കാൻ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കരോൾ വോയ്റ്റിബോയായിരുന്ന ആ ചെറുപ്പ കാലഘട്ടത്തിൽ സർവം മാതാപിതാക്കളും പ്രിയപ്പെട്ടവരുമൊക്കെ മരിച്ച് പാറമടയിൽ ജോലിയെടുത്തിരുന്ന കാലത്ത് മടങ്ങി വരുമ്പം വഴിയോരത്ത് ഓടയിൽ വീണ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ബോധം തെളിഞ്ഞ് കണ്ണുയർത്തി നോക്കുമ്പം ഇടവക ദേവാലയത്തിൻ്റെ നെറുകയിലെ പരിശുദ്ധയമ്മയുടെ തിരുസ്വരൂപം കണ്ട് അന്ന് തൻ്റെ ആപ്തവാക്യമായ അമ്മയെ ഞാൻ നിൻ്റേത് എന്ന് വിളിച്ചു പറഞ്ഞില്ലേ? ഓരോ വിശ്വാസിയും ഈ ഗോപുരമായ പരിശുദ്ധയമ്മയെ, പ്രകാശഗോപുരമായ പരിശുദ്ധയമ്മയെ ഇങ്ങനെ ശോഭയോടെ എനിക്കും നിങ്ങൾക്കും വേണ്ടതൊക്കെ നൽകാൻ, വേണ്ടും വിധത്തിൽ നൽകാൻ കാത്തു പ്രതീക്ഷയോടെ നിൽക്കുന്ന പരിശുദ്ധയമ്മയുടെ ആ പ്രകാശിതമായ ഇടങ്ങളിലേക്ക് കണ്ണുയരട്ടെ. ഈ ഒരുക്ക ദിനത്തിലൊക്കെ നമ്മുടെ ഉള്ളിലും ഒരു കുഞ്ഞിൻ്റെ ജന്മം എന്തുമാത്രം ഒരു കുടുംബത്തെ പ്രകാശിതമാക്കുന്നു. ഒരനുഗ്രഹമുള്ള വ്യക്തിയുടെ സാന്നിധ്യം ഒരു കുടുംബത്തിന് എന്തുമാത്രം പ്രതീക്ഷ പ്രദാനം ചെയ്യുന്നു. നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ വലിയ പ്രതീക്ഷയുടെ പ്രകാശത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഒരുങ്ങണം. ദൈവം പരിശുദ്ധ അമ്മയെ തന്നെ ജന്മത്തിലൂടെ, പരിശുദ്ധയായ ജന്മത്തിലൂടെ, പാപരഹിതവും കളങ്കരഹിതവുമായി ജീവിച്ച അമ്മയെ 8-ന്റെ പ്രഭാതത്തിൽ നമുക്ക് അനുഗ്രഹത്തിൻ്റെ അഭിഷേകമായിട്ട് കൈമാറ്റം ചെയ്യുമ്പം സ്വീകരിക്കത്തക്ക വിധം നമുക്ക് നമ്മളെ ഒന്ന് മാറ്റാം. കർദിനാൾ ന്യൂമാൻ പറയുക, പരിശുദ്ധയമ്മ കുരിശിൻ്റെ ചുവട്ടിൽ മുട്ടുകൊത്തി നിൽക്കുകയായിരുന്നു, നിവർന്നു നിൽക്കുകയായിരുന്നു. സുന്ദരമാണ് സങ്കല്പം. കാരണം അമ്മ ഇങ്ങനെ ഒരിടത്തും തോറ്റു പിന്മാറുകയല്ല, പിന്നിലേക്ക് പിന്മാറുകയല്ല. സഭ പരിശുദ്ധയമ്മയെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. ശിഷ്യന്മാരിങ്ങനെ ഉത്ഥാനാനന്തരം തെല്ല് സങ്കടത്തോടു കൂടിയിട്ട് പ്രതീക്ഷയറ്റ് ജീവിതത്തിൽ കടന്നു പോകുമ്പം പെന്തക്കോസ്താവരെ അവരെ ഇങ്ങനെ വിടാണ്ട് ചേർത്ത് പിടിച്ച് അമ്മ ലോകത്തോടും എന്നോടും സഭയോടും വിളിച്ചു പറഞ്ഞൊരു വലിയ സത്യമുണ്ട്. അമ്മ ഇങ്ങനെ ഒരു പ്രകാശഗോപുരമായിട്ട് ഉയർന്ന് ശോഭിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അരികിൽ നിൽക്കുന്നവർക്കൊക്കെ ഈ തീരമണയുന്ന കപ്പൽ പോലെ ലക്ഷ്യത്തിലേക്ക് കൃത്യതയോടുകൂടിയിട്ട് എത്താൻ കഴിയും. തടസ്സമായുള്ളതെല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കണം. അമ്മയുടെ സൗന്ദര്യത്തെക്കുറിച്ചും അമ്മയുടെ സാധ്യതകളെക്കുറിച്ചുമൊക്കെ ജൂഡോ ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ പറയുന്നുണ്ട്. അമ്മ അതീവ സുന്ദരിയായിരുന്നു. സൗന്ദര്യം എന്നൊക്കെ നമ്മൾ പറയണത് ഈ തൊലിപ്പുറത്തുള്ള പ്രത്യേകതകളൊന്നുമേ അല്ല. ഒരു വ്യക്തിയുടെ ജീവിതം ഇങ്ങനെ നന്മയുടെ നിറമായി മാറും. അതുകൊണ്ടല്ലേ മദർ തെരേസയെ ഏറ്റവും സുന്ദരിയാണ് എന്ന് ടൈംസ് മാഗസിൻ പോലും കണ്ടെത്തിയത്. അതുകൊണ്ട് ഈ അനുഗ്രഹത്തിൻ്റെ ഗോപുര സമാനമായി ഉയർന്നു നിൽക്കുന്ന പരിശുദ്ധി അമ്മയുടെ ആ ആത്മീയ വിചാരത്തിൽ നമുക്കും അമ്മജനനം നമ്മുടെ ജീവിതത്തിന് വലിയ പ്രകാശത്തിൻ്റെ അനന്ത സാധ്യതയായി ഉയർന്നു നിൽക്കുന്ന അമ്മയെ നോക്കി ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും യാത്ര ചെയ്യാൻ നമുക്കാവട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കായി പ്രാർത്ഥിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.